ചരിത്രം ചിലപ്പോഴൊക്കെ ചില കണക്കുകൾ ബാക്കി വെക്കാറുണ്ട്. ആ കണക്കുകൾ തീർക്കാൻ കാലം നിയോഗിക്കുന്ന ചില മനുഷ്യരുണ്ടാകും. ഡൽഹിയുടെ അധികാര ഇടനാഴികളിലിരുന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കറും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചില വാക്കുകളുണ്ട്. അത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ പ്രവചനമായിരുന്നുവെന്ന് ഇന്ന് ലോകം തിരിച്ചറിയുകയാണ്. ഭൂപടത്തിൽ വരച്ചിട്ട അതിരുകൾക്കപ്പുറത്ത് പതിറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ നെഞ്ചിലെ തീ എന്ന് ഒരു വിപ്ലവമായി പടരുകയാണ്. തോക്കുകൾക്കും കവചിത വാഹനങ്ങൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ജനരോഷം അതിർത്തിക്കപ്പുറത്ത് പുകയുമ്പോൾ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുകയാണ്. വർഷങ്ങളായി അവർ മൂടിവെക്കാൻ ശ്രമിച്ച സത്യങ്ങൾ ഇന്ന് തെരുവുകളിൽ ഉച്ചത്തിൽ വിളിച്ചു പറയപ്പെടുന്നു. തോക്കിൻ മുനയിൽ നിർത്തിയിട്ടും വെടിയുണ്ടകൾ നെഞ്ചിലേക്ക് പായിച്ചിട്ടും പിന്മാറാൻ തയ്യാറാക്കാത്ത ഒരു ജനത. അവർ ഇന്ന് ആവശ്യപ്പെടുന്നത് സ്വതന്ത്രമല്ല, മറിച്ച് തങ്ങളുടെ യഥാർത്ഥ രാജ്യമായ ഇന്ത്യയുമായുള്ള ബന്ധമാണ്. ഈ മാറ്റം അപ്രതീക്ഷിതമല്ല. ഇന്ത്യൻ ത്രിവർണ പതാകയേന്തി അതിർത്തിക്കപ്പുറത്ത് ഉയരുന്ന മുദ്രാവാക്യങ്ങൾ വെറുമൊരു പ്രതിഷേധമല്ല, അതൊരു തിരിച്ചുവരവിന്റെ വിളംബരമാണ്. എന്താണ് യഥാർത്ഥത്തിൽ അതിർത്തിക്കപ്പുറത്ത് സംഭവിക്കുന്നത്? ചൈനയും പാകിസ്ഥാനെയും ഒരേപോലെ ഭയപ്പെടുത്തുന്ന ആ ജനകീയ മുന്നേറ്റത്തിന്റെ ആഴമെന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. പാക് അധിനിവേശ കാശ്മീരിൽ അല്ലെങ്കിൽ POK എന്ന് വിളിക്കുന്ന ആ പ്രദേശത്ത് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ജനങ്ങൾ വലിയൊരു സമരത്തിലാണ്. തുടക്കത്തിൽ ഇത് സാധാരണ ഒരു പ്രതിഷേധമായിരുന്നു. ജമ്മു കാശ്മീർ ജോയിന്റ് അമാവി ആക്ഷൻ കമ്മിറ്റി അഥവാ JAAC എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വ്യാപാരികളും അഭിഭാഷകരും വിദ്യാർത്ഥികളും സാധാരണക്കാരും ഒത്തുചേർന്നാണ് ഈ സമരം ആരംഭിച്ചത്. സമരത്തിന്റെ പ്രധാന കാരണം വളരെ ലളിതമായിരുന്നു. താങ്ങാൻ കഴിയാത്ത വൈദ്യുതി നിരക്കും സബ്സിഡി ഇല്ലാത്ത ഗോതമ്പ് വിലയും ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പാക് ഭരണകൂടം നിഷേധിച്ചപ്പോഴാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. എന്നാൽ ഇന്നത് കേവലം ഒരു വിലക്കയറ്റ വിരുദ്ധ സമരമല്ല. അത് പാക് സൈന്യത്തിനും ഇസ്ലാമാബാദിലെ ഫെഡറൽ സർക്കാരിനുമെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ എല്ലാ പ്രകൃതി വിഭവങ്ങളും പാകിസ്ഥാൻ കൊള്ളയടിക്കുകയാണെന്ന് അവിടുത്തെ ജനങ്ങൾ പരസ്യമായി വിളിച്ചു പറയുന്നു. JACC നേതാവായ സർദാർ അവൻ പരസ്യമായി പാക് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയത് വലിയ വാർത്തയായിരുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ കശ്മീരികളുടെ നിലനിൽപ്പിനായി ഇന്ത്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ബദൽ മാത ഒരുക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ ഒരു പ്രസ്താവന പാക് ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കാൻ പോകുന്നതായിരുന്നു. ന്യായം ചോദിക്കുന്ന ജനങ്ങളെ നേരിടാൻ പാകിസ്ഥാൻ എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് തോക്കിൻ കുഴലുകളാണ്. ഈ ജനകീയ പ്രസ്ഥാനത്തെ ഒരു ഭീകര സംഘടനയായി മുദ്രകുത്താനാണ് ഇസ്ലാമാബാദ് ആദ്യം ശ്രമിച്ചത്. സമാധാനപരമായി സമരം ചെയ്ത ജനങ്ങൾക്ക് നേരെ പാക് സൈന്യം ക്രൂരമായി വെടിയുതിർത്തു. നിരവധി ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. ഇന്റർനെറ്റും മൊബൈൽ നെറ്റ്വർക്കുകളും വിച്ഛേദിച്ച് കൽക്കരി ഇരുട്ടിൽ ജനങ്ങളെ തളച്ചിടാൻ അവർ നോക്കി. പാതിരാത്രികളിൽ വീടുകളിൽ കയറി സമരക്കാരെ അറസ്റ്റ് ചെയ്തു. കർഫ്യൂ പ്രഖ്യാപിച്ച് ജനങ്ങളെ വീടുകളിൽ തളച്ചിടാൻ ശ്രമിച്ചിട്ടും കശ്മീരികൾ തോൽക്കാൻ മനസ്സില്ലാതെ പോരാടുകയാണ്. പ്രകൃതി വിഭവങ്ങളാൽ അങ്ങേയറ്റം സമ്പന്നമായ പ്രദേശമാണ് പാക് അധിനിവേശ കാശ്മീരും അതിന്റെ ഭാഗമായ ഗിൽഗിത് ബാൾട്ടിസ്ഥാനും. അവിടുത്തെ മലനിരകളിൽ നിന്നും നദികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പാക് പഞ്ചാബിലേക്കും അവിടുത്തെ VIP മേഖലകളിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ഡാമുകളുടെയും പവർ പ്രൊജക്ടുകളുടെയും നിഴലിൽ ജീവിക്കുന്ന കാശ്മീരികൾക്ക് ലഭിക്കുന്നത് മണിക്കൂറുകൾ നീളുന്ന പവർ കട്ടും താങ്ങാനാകാത്ത കറന്റ് ബില്ലുകളുമാണ്. ഇതോടൊപ്പം അവരുടെ സംസ്കാരത്തെയും ഭാഷയെയും ഇല്ലാതാക്കാൻ ഔദ്യോഗിക ഭാഷയായി ഉറുദു അടിച്ചേൽപ്പിക്കുകയും പഞ്ചാബി വിഭാഗങ്ങളെ വൻതോതിൽ ഇവിടെ കുടിയിരുത്തി ജനസംഖ്യ അട്ടിമറിക്കാൻ ശ്രമിക്കുകയുമാണ്. തങ്ങൾ പാകിസ്ഥാന്റെ ഒരു കോളനിയായി മാറിയിരിക്കുകയാണെന്ന് അവിടുത്തെ ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ ജനവിരോധത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതിർത്തിക്ക് ഇപ്പുറത്ത് ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കാശ്മീരിൽ നടക്കുന്ന വികസന കുതിപ്പ് അവർ കാണുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ഇന്ത്യൻ കാശ്മീരിന്റെ മുഖച്ഛായ മാറി. വിനോദസഞ്ചാര മേഖല ഉണർന്നു. അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ എത്തി. മികച്ച റോഡുകളും പാലങ്ങളും അവിടെ യാഥാർത്ഥ്യമായി. ജനീവയിലെ UN മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യ പാകിസ്ഥാന്റെ മുഖത്തു നോക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്താരാഷ്ട്ര നാണയനിധിയോട് പാകിസ്ഥാൻ യാചിക്കുന്ന ആകെ സാമ്പത്തിക സഹായത്തെക്കാൾ വലുതാണ് ഇന്ത്യ ജമ്മു കാശ്മീരിന്റെ വികസനത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചിരിക്കുന്ന ബജറ്റ്. ഈ യാഥാർത്ഥ്യം POKയിലെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ അവർക്ക് ഇന്ത്യയോടുള്ള ആഭിമുഖ്യം കൂടുകയാണ്. അടുത്തിടെ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതി പുറപ്പെടുവിച്ച
വിധിയിൽ വ്യക്തമാക്കിയത് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ്. പുൽവാമ ഭീകരാക്രമണത്തിന് മുൻപ് ഇസ്ലാമാബാദ് ഉറി മേഖലയിൽ നടന്നിരുന്ന അതിർത്തി വ്യാപാരം പുനഃസ്ഥാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുമ്പോൾ അവർ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയിലാണ് വിശ്വസിക്കുന്നത്. പാക് സൈന്യത്തിന് നേരെ ഇന്ത്യൻ ത്രിവർണ പതാക ഏന്തി മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് അവിടെ പതിവായി മാറുന്നത് ഇന്ത്യയുടെ വലിയൊരു നയതന്ത്ര വിജയമാണ്. ബ്രിട്ടീഷ് എംപിമാർ പോലും POKയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ആശങ്കപ്പെട്ട് കത്തയക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് കഴിഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ സ്വമേധയാ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന കാലം വിദൂരമല്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രത്യാശ പ്രകടിപ്പിച്ചപ്പോൾ പലരും കരുതി അത് വെറും രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന്. എന്നാൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അത് കൃത്യമായി തിരുത്തി. കാശ്മീരിലെ വികസനവും സമാധാനപരമായ തിരഞ്ഞെടുപ്പും ഇന്ത്യ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി പാകിസ്ഥാൻ മോഷ്ടിച്ച കശ്മീരിന്റെ ബാക്കി ഭാഗം തിരികെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക മാത്രമാണ് അവശേഷിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ നേതാക്കൾ പറഞ്ഞത് വെറും വാക്കുകളല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അതിർത്തിയിലെ ഇപ്പോഴത്തെ പുകച്ചിൽ. തീർച്ചയായും സൈനിക ബലത്തിലൂടെയുള്ള ഒരു ലയനം അത്ര എളുപ്പമല്ല. ആണവായുധങ്ങൾ പോലും യുദ്ധസജ്ജമാക്കി നിർത്തിക്കൊണ്ടുള്ള ഇന്ത്യയുടെ സൈനിക ജാഗ്രത പാകിസ്ഥാനും ചൈനയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: ഭാരതത്തിന്റെ മണ്ണ് ഭാരതത്തിൻ്റെത് മാത്രമാണ്. അതിരുകൾ മനുഷ്യൻ നിശ്ചയിക്കുന്നതാണ്. എന്നാൽ ജനങ്ങളുടെ ആത്മാവും സംസ്കാരവും ഒഴുകുന്നത് ഒരേ ദിശയിലേക്കാണ്. തോക്കിൻ മുനയിൽ നിർത്തി ഒരു ജനതയെ എത്ര കാലം തടവിലിടാം എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ന് അവിടെ നിന്നും ലോകം കേൾക്കുന്നത്. ഭാരതത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയർന്ന വെല്ലുവിളികൾക്ക് നയതന്ത്രത്തിന്റെ മേശപ്പുറത്തും അതിർത്തിയിലെ പോർമുഖത്തും ഒരേപോലെ മറുപടി നൽകാൻ ഇന്ന് ഡൽഹിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു ദീർഘവീക്ഷണമുണ്ട്. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, ഇത് ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ഇന്ത്യയുടെ ഭാഗമായ ജമ്മു കാശ്മീരിന്റെ വികസനത്തിന്റെ വെളിച്ചവും വൻതോതിലുള്ള സാമ്പത്തിക പുരോഗതിയും ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അതിർത്തിക്ക് അപ്പുറത്ത് POKയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ക്രൂരമായ സാമ്പത്തിക ചൂഷണവും അടിച്ചമർത്തലുകളും മാത്രമാണ്. സ്വന്തം നദിയിലെ വൈദ്യുതി പോലും അന്യനാട്ടിലേക്ക് കടത്തിക്കൊണ്ടു പോകുമ്പോൾ ഇരുട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയ്ക്ക് എത്ര കാലം മിണ്ടാതിരിക്കാൻ കഴിയും? അതുകൊണ്ടാണ് കശ്മീർ ജോയിന്റ് അമാവി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാധാരണക്കാർ ഇന്ന് ജീവൻ പണയം വെച്ചും തെരുവിലിറങ്ങിയിരിക്കുന്നത്. പാകിസ്ഥാൻ തങ്ങളെ ഒരു കോളനിയാക്കി മാറ്റുകയാണെന്ന് തിരിച്ചറിഞ്ഞ അവരിന്ന് ഇന്ത്യയുമായുള്ള വ്യാപാര ബദൽ പാതകളെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ നയതന്ത്രങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത് എന്നതിൻ്റെ തെളിവാണ് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഉയരുന്ന ഈ അനുകൂല വികാരങ്ങൾ. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയും ചൈനയുടെ അധിനിവേശ മോഹങ്ങളും ഒരേപോലെ പ്രതിരോധിച്ചുകൊണ്ട് POKയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഭാരതം അന്താരാഷ്ട്ര തലത്തിൽ ശബ്ദമുയർത്തുകയാണ്. വികസനത്തിന്റെ മാതൃക കാണിച്ച് നയതന്ത്രപരമായി ശത്രുവിനെ ഒറ്റപ്പെടുത്തി ആ മണ്ണ് തിരികെ പിടിക്കുക എന്ന മോദി സർക്കാരിന്റെ തന്ത്രം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ചരിത്രം അതിന്റെ ബാക്കി പത്രം എഴുതി തീർക്കുന്ന ആ സുദിനം ഇനി ഒട്ടും വിദൂരമല്ല. ഈ വലിയ മാറ്റത്തെയും ഇന്ത്യയുടെ കരുനീക്കങ്ങളെയും നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.